റാപ്പർ വേടൻ പോലും നിലമ്പൂരിൽ ആര് ജയിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ പറയുള്ളൂ. അതാണ് വ്യക്തിയുടെ ജനസ്വാധീനം. എങ്കിലും നിലവിലൊരവസ്ഥയിൽ മനസ്സിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ എല്ലാം വേണ്ട എന്നാണ്. ഇല്ല, എനിക്ക് സ്വരാജിനെ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് ഇന്ന ആൾക്കാർ ജയിക്കണമെന്നൊന്നുമില്ല, എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണ്, അത്ര തന്നെ. സ്വരാജിന് ഇഷ്ടമാണ്. കേട്ടില്ലേ? തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിലമ്പൂരിൽ ആര് ജയിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള മാധ്യമ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. ആ മറുപടിയിലുണ്ട് എന്തുകൊണ്ട് നിലമ്പൂരിൽ സ്വരാജ് ജയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പൊതു നിലപാട്. അത് വേടനായിക്കോട്ടെ അല്ലെങ്കിൽ നിലമ്പൂർ ആയിഷ ആയിക്കോട്ടെ, എല്ലാവർക്കും രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ആഗ്രഹമാണ്. വലിയ വിമർശനങ്ങൾ ഉണ്ടാകാം, കാര്യം ഈ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയം പറയുന്നത് തെറ്റാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദ്യമായി ഉന്നയിച്ചത് കൊണ്ടാണ് വേടൻ ഈ മറുപടി പറഞ്ഞത്. നിലമ്പൂരിൽ സ്വരാജിൻ്റെ രാഷ്ട്രീയം എത്രമാത്രം തെളിർമയുള്ളതാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് വേടൻ പോലും അവിടെ ജയിക്കാൻ താല്പര്യമുള്ള സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഈ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ സ്വീകാര്യത, അംഗീകാരം എന്താണ് സ്വരാജിന് ലഭിക്കാനുള്ളത്? ഒരു യൂത്ത് ഐക്കൺ എന്നുള്ള നിലയ്ക്ക് വലിയ സ്വീകാര്യനായി മാറിയിരിക്കുന്ന വ്യക്തിയാണ് വേടൻ. ആ നിലയ്ക്ക് ആ വ്യക്തിയുടെ രാഷ്ട്രീയ വിലയിരുത്തലിൽ പോലും നിലമ്പൂരിൽ രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെടാൻ എന്തുകൊണ്ടും അർഹത സ്വരാജിനാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ജനത്തിൻ്റെ കയ്യിൽ. അവിടെ ലീഗ് അവകാശപ്പെടുന്നത് പോലെ മതമാണ് പ്രശ്നം. ആ മതത്തിൻ്റെ പ്രശ്നം പറഞ്ഞു അവർ മുസ്ലിം വോട്ടുകളെല്ലാം ഒരു പക്ഷത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ജമാഅത്ത് ഇസ്ലാമിയെയും സുഡാപ്പികളെ ഉൾപ്പെടെ ബാക്കിയുള്ള വിഷപ്പാമ്പുകളെയെല്ലാം ചേർത്ത് പിടിച്ച് മറ്റൊരു സൈഡിലൂടെ അവർക്കാവും വിധം ബാക്കിയുള്ളവരെ വോട്ടിനു വേണ്ടി അവിടെ സമീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നേടിയെടുക്കുന്ന വിജയത്തിന് ഒരു തിളക്കവും ഉണ്ടാകില്ല. അതിനപ്പുറത്തേക്ക് സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്ന, സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവർ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയം സ്വരാജിൻ്റെതാണ്. അതുകൊണ്ടാണ് പലരും മുഖവരയില്ലാതെ ആ പേര് തന്നെ പറഞ്ഞത്. അതിൽ സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ളവർ സ്വരാജിനു വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ പലതരം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആരും അതുകൊണ്ട് പിൻവാങ്ങിയിട്ടില്ല. കൂടുതൽ ശബ്ദങ്ങൾ സ്വരാജിനു വേണ്ടി ഒന്നിനു പിന്നാലെ ഒന്നായി ഉയർന്നിട്ടേ ഉള്ളൂ. അതാണ് സ്വരാജിന് സമൂഹത്തിലുള്ള സ്വീകാര്യതയെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ചാപ്പ കുത്താം എന്ന ഒരവസ്ഥ നിലനിൽക്കുമ്പോഴും അതെല്ലാം മറികടന്നുകൊണ്ട് സ്വരാജ് ജയിക്കണമെന്ന ആഗ്രഹം ഇത്ര പരസ്യമായി വേടനും പ്രകടിപ്പിച്ചത്. എങ്കിലും നിലവിലൊരവസ്ഥയിൽ മനസ്സിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ എല്ലാം വേണ്ട എന്നാണ്. ഇല്ല, എനിക്ക് സ്വരാജിനെ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് ഇന്ന ആൾക്കാർ ജയിക്കണമെന്നൊന്നുമില്ല, എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണ്, അത്ര തന്നെ. സ്വരാജിന് ഇഷ്ടമാണ്.